ഏതൊക്കെ? ഇപ്പോൾ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മെനാർക്കിയുടെ ഏജ് നോക്കുകയെന്ന് വെച്ചാൽ അതുതന്നെ പണ്ടൊക്കെ ഒരു 2 decades മുമ്പൊക്കെ വരെ 16 വയസ്സ് 18 വയസ്സൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ 14 വയസ്സൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ് 10 വയസ്സ് 8 വയസ്സായ കുട്ടികൾക്കൊക്കെ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ മെനോപോസിൻ്റെ ഏജും പണ്ടൊക്കെ 50-60 ഒക്കെ ആയിരുന്നു, ഇപ്പോൾ അത് 30-40 ആകുമ്പോഴത്തേനും മെനോപോസ് ആവുന്നുണ്ട്. പിന്നെ PCOD, അതുപോലെ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ്, ബൾക്കി യൂട്രസ്, ഇതൊക്കെ പണ്ട് മെനോപോസിൻ്റെ സമയത്തായിരുന്നു കണ്ടുവരുന്നത്. ഈ ഇടയായിട്ട് കൂടുതലും ടീനേജേഴ്സിനും അതുപോലെ മെനാർക്കി ആവാത്ത കുട്ടികൾക്ക് തുടങ്ങിയിട്ട് PCOD ഒക്കെ കണ്ടുവരുന്നതാണ്. പോരാത്തതിന് ഇപ്പോൾ കുറേ കുട്ടികൾ ലേഡീസ് ടീനേജേഴ്സ് ആയാലും ഒക്കെ ഗൂഗിളിൽ നോക്കിയിട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ടും എന്തെങ്കിലും പ്രശ്നം കാണാമെന്ന് വെച്ചാൽ അത് വേഗം നെറ്റിൽ നോക്കിയിട്ട് അതിനേറ്റമാറിയുള്ള മെഡിസിൻസ് എടുത്ത് കഴിക്കുകയാണ്. പക്ഷേ നെറ്റിലും അല്ലെങ്കിൽ ഗൂഗിളിലും യൂട്യൂബിലും കാണുന്ന മെഡിസിൻസ് എന്ന് പറയണത് അവരുടെ ബോഡിക്ക് ചേരുമോ ഇല്ലയെന്ന് അത് അവർക്ക് അറിയില്ല. സോ അത് കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഈ ലേഡി ഡോക്ടർ പ്ലാറ്റ്ഫോം തുടങ്ങാനായിട്ടുള്ള കാരണം. സോ ഫ്രീ ആയിട്ട് വിതൗട്ട് ഡിസ്ക്ലോസിങ് ഓൾസോ ദേ കൻ ടോക്ക് വിത്ത് ഡോക്ടർ ആൻഡ് കൺസൾട്ട് ദ ഡോക്ടർ. ഇപ്പോൾ കൂടുതലായിട്ടും സ്ത്രീകളിൽ കണ്ടുവരുന്നത് ഡിസ്മെനോറിയ കണ്ടീഷൻസ് ആണ്. അതായത് പീരീഡ്സ് തുടങ്ങി അവർക്ക് നല്ല പെയിൻ ഉണ്ടായി വരുന്നുണ്ട്. അവർ പല നാട്ടുവൈദ്യമോ അങ്ങനെ കുറേ അവർ നോക്കുന്നുണ്ട്, ഉലുവ തിളപ്പിച്ച് വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിച്ചിട്ടും ശമനം വരാത്തത് വരുമ്പോൾ നമുക്ക് ലേഡി ഡോക്ടറായിട്ട് എന്ത് ഹെൽപ്പ് അവർക്ക് ചെയ്യാൻ പറ്റുക? അവർക്ക് കൂടുതലും ഇപ്പോൾ കാണുന്ന ഡിസ്മെനോറിയ അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലംസിനും കൂടുതലും ഡയറ്റിൻ്റെ ചേഞ്ചസ്. ഈ ലാസ്റ്റ് 2 decades ആയിട്ട് ഡയറ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ആക്കുന്നുണ്ട്. സോ ഡയറ്റ് തുടങ്ങിയിട്ട് പിന്നെ എക്സസൈസസ്, യോഗ, പിന്നെ മെഡിസിൻസും ഇതൊക്കെ കൂടിയിട്ട് ചേരുമ്പോൾ അവരുടെ മെയിനായിട്ട് ഇപ്പോൾ മെഡിസിൻസ് കഴിക്കാന്ന് വെച്ചാലും ഇൻറ്റേർണൽ എന്താ മെയിൻ കോസ്. ഇപ്പോൾ ഡിസ്മെനോറിയ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടാവും, ആ കോസും ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ വെറുതെ ഉലുവ തിളപ്പിച്ച് കഴിക്കുമ്പോൾ മൈറ്റ് ബി ആ മെയിൻ കോസ് റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ അത് മാറണ്ടാവില്ല. അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആ റൂട്ട് കോസിനെ നമ്മൾ ഡീൽ ചെയ്യണം.